പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദുറൂസുൽ ഇഹ്സാനിലെ രണ്ടാമത്തെ പാഠഭാഗവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പാഠം അത്തഖ്വ. തഖ്വ, ഭക്തി ഉണ്ടാവണം. അപ്പൊ നമുക്ക് അതിന്റെ തദ്രിബാത്ത് നോക്കാം. ഉത്തരം പറയാനാണ് ഒന്നാമത്തെ ചോദ്യം. തഖ്വ എന്നാൽ എന്ത്? തഖ്വ എന്നാൽ എന്ത്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. രണ്ടാമത്തെ ചോദ്യം. അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ഏറ്റവും ആദരവുള്ളവർ ആര്? അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ഏറ്റവും ആദരവുള്ളവർ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. ഏറ്റവും തഖ്വ ഉള്ളവരാണ്. ആൻസർ എഴുതാം. മൂന്നാമത്തെ ചോദ്യം. തഖ്വ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളിൽ നിന്ന് 3 എഴുതുക. 8 കാര്യങ്ങൾ നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് 3 എഴുതാനാണ്. ഒന്നാമത്തത് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കൽ. 2 അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ. 3 പ്രയാസങ്ങൾ നീങ്ങൽ. അങ്ങനെ 3 എഴുതാം. പിന്നെ നമുക്ക് പൂരിപ്പിക്കാനാണ്. പാഠത്തിൽ വന്ന 2 അറബി ഭാഗങ്ങളുണ്ട് അല്ലെ. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അതാണ് ഒന്ന് വന്നത്. പിന്നെ അടുത്തത് തഖ്വൽ ഇലാഹി മദാറു കുല്ലി ശഹാദത്തിൻ വതിബാഉ അഹ്വാർ റഅസു ശരിഹബാഇല. അത് രണ്ടോടെ പൂർത്തിയാക്കി കൊടുക്കാം. പിന്നെന്താണ്? ആത്മ പരിശോധന നടത്താനാണ്. കഴിഞ്ഞു പോയ സന്തോഷ സന്ദർഭങ്ങളിൽ ഞാൻ തഖ്വ ഉള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ്. അതായത് സ്വയം വിലയിരുത്തുക. നമുക്ക് പല സന്തോഷ നിമിഷങ്ങളും ദുഃഖകരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മളവിടെ പരിശോധന നടത്തേണ്ടത്. അതായത് എന്ത് സമീപനമാണ് നമ്മളപ്പോൾ സ്വീകരിച്ചത്? സന്തോഷമായ നിമിഷത്തില് എന്താണ്? സന്തോഷത്തിന് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയും പിന്നെ ദുഃഖകരമായ കാര്യങ്ങളുണ്ടായാൽ ക്ഷമ കൈക്കൊള്ളുകയും വേണം. അത് തഖ്വയുള്ളവർക്ക് സാധിക്കും. അപ്പൊ അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് സ്വയം ആത്മ പരിശോധന നടത്താനാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് രണ്ടാമത്തെ പാഠത്തിന്റെ വർക്കായിട്ട് എഴുതാൻ വരുന്നത്. അപ്പൊ എല്ലാവരും എഴുതി മനസ്സിലാക്കി പഠിക്കാം. തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ മുഴുവനായിട്ട് പഠിക്കണം. നമുക്ക് എക്സാമിന് ഏത് രീതിയിലാണ് എഴുതാൻ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നന്നായി പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.